2024 എക്സാം നടന്നതുപോലെ തന്നെ ഓഫ്ലൈൻ മോഡിലായിരിക്കും 2025 നീറ്റ് എൻട്രൻസ് എക്സാം നടക്കുന്നത്. അപ്പോൾ OMR ഉപയോഗിച്ച് ഒരൊറ്റ ദിവസം ഒരൊറ്റ ഷിഫ്റ്റിൽ നീറ്റ് 2025 നടക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് നമ്മളിപ്പോൾ വിചാരിക്കുന്നത് മെയ് 4-ാം തീയതി ഉച്ച കഴിഞ്ഞിട്ട് 2 മുതൽ 5 മണി വരെ ആയിരിക്കും നീറ്റ് എക്സാം എന്നുള്ള കാഴ്ചപ്പാടിൽ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം കേന്ദ്രസേനയുടെ ഒരു സുരക്ഷ, ആർമിയുടെയൊക്കെ ഒരു സുരക്ഷയുണ്ട്. പ്രിൻറ്റിങ്ങിലും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലും എല്ലാം അവരുടെ ഒരു സുരക്ഷയുണ്ട്. അതുപോലെ പരീക്ഷാ നടത്തിപ്പിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും കളക്ടറുടെയും പോലീസിൻ്റെയും എല്ലാം സേവനമുണ്ട് ഈ വർഷം. അപ്പം ഈ വർഷം പുതിയതായിട്ട് എഴുതുന്നവർക്കും കഴിഞ്ഞ വർഷം ചെയ്തവർക്കും എല്ലാം ഈ ഏത് രീതി വേണമെങ്കിലും ആധാർ നമ്പർ ഉപയോഗിക്കാം, ആധാർ നമ്പർ ഉപയോഗിക്കാം, ഡിജി ലോക്കർ നമ്പർ ഉപയോഗിക്കാം, പാൻ കാർഡ് നമ്പർ ഉപയോഗിക്കാം, പാസ്പോർട്ടിൻ്റെ നമ്പർ ഉപയോഗിക്കാം. പഴയ 2000 മുമ്പുള്ള കാലഘട്ടത്തോട് JEE തിരിച്ചു പോയിരിക്കുന്നു, സെക്ഷൻ B എടുത്ത് കളഞ്ഞിരിക്കുന്നു. മുഴുവൻ ക്വസ്റ്റ്യനുകൾക്ക് നിർബന്ധമായിട്ട് ഉത്തരം എഴുതേണ്ട സിസ്റ്റത്തിൽ തന്നെയാണ് JEE നടക്കുന്നത്. 2023 മുതൽ ആപ്ലിക്കേഷൻ നമ്പറാണ് നോക്കുന്നത്. അതായത് ഏറ്റവും ആദ്യം അപ്ലൈ ചെയ്തവർക്കാണ് നല്ല റാങ്ക് കിട്ടുന്നത്. എയിംസ് ഡൽഹിയിൽ തന്നെ അഡ്മിഷൻ കിട്ടിയത് ആപ്ലിക്കേഷൻ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ പേർക്ക് കിട്ടാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. മൊത്തത്തിലൊരു കാൻഡിഡേറ്റിന് 2 ഫോൺ നമ്പറും 2 ഇമെയിൽ ID യും വേണം. അതിലാദ്യം രജിസ്ട്രേഷൻ കൊടുക്കുന്ന ഫോൺ നമ്പറും ഇമെയിൽ ID യും ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ആപ്ലിക്കേഷൻ ജനറൽ എന്ന് വെച്ചിട്ട് പിന്നീട് ഒരു സാഹചര്യത്തിലും അത് OBC എന്ന് കൊടുക്കാനോ EWS എന്ന് കൊടുക്കാനോ SC ST എന്ന് കൊടുക്കാനോ വരില്ല. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 129ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. ശിവൻ സാർ, ഇന്ന് ഏറ്റവും സന്തോഷത്തോടു കൂടിയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ വാരം എപ്പിസോഡിൽ സാറ് പറഞ്ഞിരുന്നു എക്സാം മോഡ് എന്താണെന്നുള്ളത് വരുന്ന വാരം ക്ലിയർ ആയിട്ടും വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞത് കറക്റ്റായി. ഈ കഴിഞ്ഞ നമ്മൾ ആ പറഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഏറ്റവും വലിയ ആശങ്ക അത് തന്നെയായിരുന്നല്ലോ. അപ്പോൾ ഓഫ്ലൈൻ മോഡ് എന്നൊരു ആ എക്സാമിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലിയർ ഇമേജ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും. ഇനി ഏറ്റവും പുതിയതായിട്ട് ഈ ഒരു വാരം, കഴിഞ്ഞ വാരം വന്നിരിക്കുന്ന ഒരുപാട് അപ്ഡേഷൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് എന്തെല്ലാമാണെന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങാം. തീർച്ചയായിട്ടും. നീറ്റ് 2025 നാം കഴിഞ്ഞ ഒരു 3 ആഴ്ചയായിട്ട് ആശങ്കപ്പെട്ടത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും, ഒരുപക്ഷെ നമ്മളെക്കാളും കൂടുതൽ അവരാണല്ലോ ഇതിൻ്റെ ഉപയോക്താക്കൾ. അപ്പം അവർക്ക് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചുള്ളൊരു ചിത്രം കിട്ടണം. കാരണം ഇനി ഒരു 3 മാസക്കാലം മാത്രമേ സമയമുള്ളൂ. അപ്പോൾ അതിന് തയ്യാറെടുക്കുന്ന, ആദ്യമായിട്ട് നീറ്റ് എഴുതുന്ന വിദ്യാർത്ഥികളുണ്ട്, സെക്കൻഡ് ടൈം തേർഡ് ടൈം ഒക്കെ എഴുതുന്നവരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം കൃത്യമായിട്ടൊരു പരിശീലനത്തിന് ഏർപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ രീതികളെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാവണം. തീർച്ചയായിട്ടും അത് കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും NTAയും ഒക്കെ വിദ്യാർത്ഥികളോട്ട് എത്തിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. 2024 എക്സാം നടന്നതുപോലെ തന്നെ ഓഫ്ലൈൻ മോഡിലായിരിക്കും 2025 നീറ്റ് എൻട്രൻസ് എക്സാം നടക്കുന്നത്. അതിൻ്റെ ഡേറ്റ്, എക്സാം ഡേറ്റ് എന്നായിരിക്കും, ഏത് സമയത്തായിരിക്കും, രാവിലെ ആയിരിക്കും, ഉച്ച കഴിഞ്ഞായിരിക്കും, അതുമാത്രമേ ഇനിയും നമുക്ക് നോട്ടിഫിക്കേഷനോടെ വരാനുള്ളൂ. പക്ഷേ അത് നമുക്കറിയാം, സാധാരണ ആപ്ലിക്കേഷൻ തുടങ്ങുന്ന സമയത്ത്, പ്രോസ്പെക്ടസ് വരുന്ന സമയത്ത് മാത്രമേ പറയേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ OMR ഉപയോഗിച്ച് ഒരൊറ്റ ദിവസം ഒരൊറ്റ ഷിഫ്റ്റിൽ നീറ്റ് 2025 നടക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഓൺലൈൻ മോഡിലോട്ടോ അല്ലെങ്കിൽ PPT ഉപയോഗിച്ച് എക്സാം സെൻറ്ററിൽ തന്നെ പ്രിൻറ്റ് ചെയ്യുന്ന മെത്തേഡിലോട്ടോ ഒന്നും മാറാതെ നീറ്റ് 2025 ഓഫ്ലൈനായിട്ട് 2024 നടന്ന സെയിം 2024 നടന്നതുപോലെ തന്നെ നടക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. ഇനി ഈ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഇതുവരെ നമുക്ക് സുപ്രീം കോടതിയും കേന്ദ്ര ഗവൺമെൻറ്റും എടുക്കേണ്ട തീരുമാനമായിരുന്നു. ഇത് തന്ത്രപ്രധാനമായൊരു തീരുമാനമായിരുന്നു. അത് കൃത്യസമയത്ത് കേന്ദ്ര ഗവൺമെൻറ് ആ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് NTA കൈകളിലോട്ട് കൊടുത്തിട്ടുണ്ട്, 2025 ഓഫ്ലൈനായിട്ട് നടത്തുക എന്നുള്ളത്. ഇനി അത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് തീരുമാനിക്കുന്നത്. എക്സാം സെൻറ്ററുകൾ ബുക്ക് ചെയ്യണം, അവിടെ ക്വസ്റ്റ്യൻ പ്രിൻറ്റ് ചെയ്ത് എത്തിക്കണം. അപ്പോൾ ഇതിനൊക്കെ എത്ര സമയം വേണമെന്നതനുസരിച്ച് എക്സാം ഡേറ്റ് ബുക്ക് ചെയ്യും. അപ്പോൾ ഇനി ചെയ്യാനുള്ളതെല്ലാം NTA ആണ് ചെയ്യേണ്ടത്. അത് കൃത്യമായിട്ട് തന്നെ ഇനി വരുന്ന സമയങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. സർ, അതുപോലെ തന്നെ ഡേറ്റിനെ കുറിച്ചിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ ഇപ്പോഴും വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ലഭിച്ചിട്ടില്ല. കൃത്യമായിട്ട് എത്ര സമയത്തിനുള്ളിൽ നടക്കുമെന്നുള്ള കുറിച്ച്. അതെ. അപ്പോൾ അത് എന്നായിരിക്കും നടക്കാനുള്ള സാധ്യത, അതിനെക്കുറിച്ചിട്ടുള്ള അറിവുകൾ എന്താണ്? ഇതുവരെയുള്ള നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ, ഇതിന് മുമ്പാണെങ്കിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എപ്പോഴും പറഞ്ഞത് ഇത് നോട്ടിഫൈ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ എക്സാം തീരുമാനിച്ചതിന് ശേഷം 60 ദിവസമാണ് അവർക്ക് തയ്യാറെടുക്കാനായിട്ട് വേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻറ്റിങ്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ
ഡിസ്ട്രിബ്യൂഷന്, സെൻറ്ററുകൾ ബുക്ക് ചെയ്യുക, അവിടുത്തെ ട്രെയിനിങ് സെഷനുകളെല്ലാം അറേഞ്ച് ചെയ്യുക, എക്സാമിനായിട്ട് കൃത്യമായിട്ട് തയ്യാറെടുക്കേണ്ട കാര്യങ്ങൾക്കെല്ലാം 60 ദിവസമാണ് NTA പറയുന്നത്. ഇപ്പോൾ 90 ദിവസത്തിന് മുകളിലുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ വിചാരിക്കുന്നത് മെയ് 4-ാം തീയതി ഉച്ച കഴിഞ്ഞിട്ട് 2 മുതൽ 5 മണി വരെ ആയിരിക്കും നീറ്റ് എക്സാം എന്നുള്ള കാഴ്ചപ്പാടിൽ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞിരുന്നു 2024 പോലെ തന്നെയാണ് നീറ്റ് എക്സാം എന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മൾ കുട്ടികളെ മുമ്പോട്ട് പോകുന്നത്. അത് അന്വർത്ഥമായി. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഇനി ഒരു തരത്തിലും വ്യതിചലിക്കേണ്ടതായിട്ടില്ല. അവർ ഇന്നലെ വരെ പ്രാക്ടീസ് ചെയ്ത് എന്താണോ അത് തന്നെ തുടർന്നാൽ മതിയാകും. മെയ് 4-ാം തീയതി തന്നെ ആയിരിക്കും എക്സാം എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. കാരണം ഇനി അപ്പം ഓൺലൈൻ അല്ലല്ലോ, ഓഫ്ലൈൻ തന്നെയാണ് എക്സാം. അപ്പോൾ ഇനി താമസം വരാനുള്ളൊരു കാര്യം എന്താണ്, ഓരോ എക്സാം സെൻറ്ററുകളിലും ക്വസ്റ്റ്യൻ പ്രിൻറ്റ് ചെയ്യുകയാണോ, അതായത് PPT മെത്തേഡിൽ എക്സാം സെൻറ്ററിൽ തന്നെ എക്സാമിൻ്റെ ഡേറ്റ് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻറ്റ് ചെയ്യുകയാണോ, OMR പ്രിൻറ്റ് ചെയ്യുകയാണോ എന്നുള്ളതാണ്. അതും ഈ വർഷം നടക്കുന്നില്ല. മുൻ വർഷങ്ങളിലെ പോലെ തന്നെ പ്രസിൽ പ്രിൻറ്റ് ചെയ്യുകയും പല സെറ്റ് ക്വസ്റ്റ്യനുകൾ പ്രിൻറ്റ് ചെയ്യുകയും അത് ബാങ്ക് ലോക്കറുകളിൽ സൂക്ഷിക്കുകയും അത് എക്സാം സെൻറ്ററിൽ എത്തിക്കുകയും ചെയ്യുന്ന രീതിയാണ് മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം കേന്ദ്രസേനയുടെ ഒരു സുരക്ഷ, ആർമിയുടെയൊക്കെ ഒരു സുരക്ഷയുണ്ട്. പ്രിൻറ്റിങ്ങിലും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലും എല്ലാം അവരുടെ ഒരു സുരക്ഷയുണ്ട്. അതുപോലെ പരീക്ഷാ നടത്തിപ്പിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും കളക്ടറുടെയും പോലീസിൻ്റെയും എല്ലാം സേവനമുണ്ട് ഈ വർഷം. അതുകൊണ്ട് എക്സാം സെൻറ്ററുകളെല്ലാം കർശനമായിട്ടും പോലീസിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. സിവിൽ സർവൻ്റ് ഒരു IAS ഉദ്യോഗസ്ഥൻ തന്നെ ആയിരിക്കും അതിന് മേൽനോട്ടം വഹിക്കുന്നത്. അപ്പം യാതൊരു തരത്തിലുള്ള ഒരു മാൽ പ്രാക്ടീസ് നടക്കാത്ത രീതിയിൽ പഴുതുകൾ അടച്ചുകൊണ്ടുള്ള ഒരു എക്സാം തന്നെ ആയിരിക്കും നീറ്റ് 2025 നടക്കുന്നത്. അപ്പം എക്സാം സെൻറ്ററുകളിൽ ഇതിൻ്റെ പ്രിൻറ്റിങ് നടക്കേണ്ടാത്രത്തോളം കാലം ഇനി എക്സാം താമസിക്കേണ്ട ഒരു കാര്യമില്ല. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ പ്രിപ്പറേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു ഇൻറ്റേർണലി ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇനി എക്സാം താമസിക്കും നമുക്കൊരു പ്രതീക്ഷയുമില്ല. മെയ് 4-ാം തീയതി തന്നെ ആയിരിക്കും എക്സാം. ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച തന്നെ നീറ്റിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിക്കുകയും ചെയ്യും. ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. സർ, ഈ ഒരു സെക്യൂരിറ്റി സിസ്റ്റം, അതായത് ഈ ഒരു എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുന്നതിലെ ഒക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കൊക്കെ ചെറിയൊരു ആശങ്കകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവർ കണ്ടിരുന്ന അല്ലെങ്കിൽ ഇതുവരെ കേട്ടിരുന്ന ഒരു നീറ്റ് അല്ലല്ല. ഇപ്പം ആധാർ ID നിർബന്ധമാക്കിയെന്ന് പറയുന്നു, ആധാർ വേണമെന്ന് പറയുന്നു, രജിസ്ട്രേഷൻ്റെ സമയം, അതുപോലെ പരീക്ഷാ സെൻറ്ററിലെ വളരെ കർശനമായ പോലീസിൻ്റെ ഇടപെടലൊക്കെയാണ് ഈ വർഷം ഉണ്ടാവുക. അപ്പോൾ ഇത് ഈ ഒരു സാഹചര്യത്തിനോടനുബന്ധിച്ച് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു പാനിക് സിറ്റുവേഷൻ അങ്ങനെ ഇല്ല. ഇത് ഇന്റേണലായിട്ട് NTA ഒരുക്കുന്ന ഒരു സിസ്റ്റം മാത്രമാണ്. ഇത് കുട്ടികളുടെ സൈഡിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. ഏറ്റവും ഈസി ആയിട്ട് തന്നെ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യുന്നതിനും പരീക്ഷ എഴുതുന്നതിനും റിസൾട്ട് വരുന്നതിനുമുള്ളൊരു ക്രമീകരണം തന്നെയാണ് നടപ്പാക്കുന്നത്. ഇത് ഇൻറ്റേർണലായിട്ട് മറ്റുള്ള വ്യക്തികൾ ഈ സിസ്റ്റത്തിലോട്ട് നുഴഞ്ഞു കയറാതിരിക്കാൻ എടുക്കുന്ന ഒരു സെക്യൂരിറ്റി സിസ്റ്റം എന്ന് മാത്രമേ ഉള്ളൂ. അതിന് തന്നെ പലതരത്തിലുള്ള ലെവലുണ്ട്. അതിൽ ഒരു ലെവലും കൂടെ ആഡ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അത് കുട്ടികളെയോ പേരൻസിനെയോ പരീക്ഷാ നടത്തിപ്പിനെയോ ഒന്നും താമസിപ്പിക്കുകയോ ഒരു തരത്തിലും അത് ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞു, ആധാർ ID നിർബന്ധമാക്കണം. ആധാർ ID ABC ക്രെഡിറ്റ് ID ആയിട്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് തന്നെയാണ്. അത് തന്നെ ഈ വർഷവും വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ആധാർ കഴിഞ്ഞ വർഷം ഇപ്പം റിപ്പീറ്റ് ചെയ്യുന്നവരാണെങ്കിലും കഴിഞ്ഞ വർഷം എല്ലാം ആധാർ വെച്ചിട്ടാണ് അവർ ചെയ്തത്. അതേ ആധാർ വെച്ചിട്ട് ഈ വർഷവും ചെയ്യാം. പാസ്പോർട്ട് ഉപയോഗിച്ച് ചെയ്തവർക്ക് പാസ്പോർട്ട് ഉപയോഗിച്ച് തന്നെ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വർഷം എങ്ങനെ ചെയ്തു എന്നുള്ളതും നോക്കണ്ട. അപ്പം ഈ വർഷം പുതിയതായിട്ട് എഴുതുന്നവർക്കും കഴിഞ്ഞ വർഷം ചെയ്തവർക്കും എല്ലാം ഈ ഏത് രീതി വേണമെങ്കിലും ആധാർ നമ്പർ ഉപയോഗിക്കാം, ആധാർ നമ്പർ ഉപയോഗിക്കാം, ഡിജി ലോക്കർ നമ്പർ ഉപയോഗിക്കാം, പാൻ കാർഡ് നമ്പർ ഉപയോഗിക്കാം, പാസ്പോർട്ടിൻ്റെ നമ്പർ ഉപയോഗിക്കാം. അപ്പോൾ ഏതൊരു നമ്പർ ഉപയോഗിച്ചും അപ്ലൈ ചെയ്യുന്നതിനും പരീക്ഷാ ഹാളിൽ വാലിഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ID കൊടുക്കുകയും ചെയ്യാം. അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ അപേക്ഷിച്ച് ID തന്നെ പരീക്ഷയ്ക്ക് കൊണ്ടുപോകണം നിർബന്ധമൊന്നുമില്ല. അവിടെ വേറെ ഏതെങ്കിലും ഒരു ഒറിജിനൽ ID ഉണ്ടായാൽ മതി. +2 ഹോൾ ടിക്കറ്റ് എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ. +2 ഹോൾ ടിക്കറ്റ് വെച്ച് പരീക്ഷ എഴുതാം. യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം രക്ഷിതാക്കളെ സംബന്ധിച്ചോളം ഏറ്റവും വിശ്വാസ്യമായ രീതിയിൽ ഈ പരീക്ഷ നടത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. അതിനോട് യോജിക്കുന്ന തരത്തിലാണ് ഇതുവരെയുള്ള ക്രമീകരണങ്ങളെല്ലാം. സർ, അതുപോലെ തന്നെ ജെയ്മീൻ ഈ ഒരു വർഷം നമ്മുടെ ഒരു സെഷൻ B എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. കോവിഡുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു JEEക്കും നീറ്റിനും ഒക്കെ സെക്ഷൻ B കൊണ്ടുവന്നിരുന്നത്.
അപ്പം അതിനെ സംബന്ധിച്ച് ഈ ജെയ്ക്ക് ഇപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പഴയ 2000 മുമ്പുള്ള കാലഘട്ടത്തോട് ജെയ് തിരിച്ചു പോയിരിക്കുന്നു, സെക്ഷൻ ബി എടുത്ത് കളഞ്ഞിരിക്കുന്നു. മുഴുവൻ ക്വസ്റ്റ്യനുകൾക്ക് നിർബന്ധമായിട്ട് ഉത്തരം എഴുതേണ്ട സിസ്റ്റത്തിൽ തന്നെയാണ് ജെയ് നടക്കുന്നത്. ഓക്കെ സാർ, ഇപ്പോൾ നീറ്റിലേക്ക് എത്തുമ്പോൾ ഇതുപോലെ ഒരു സെഷൻ ബി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ? അതുപോലെ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എത്ര സമയമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുക, ഇതിൻ്റെ കാര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടോ? ഇല്ല, അതൊക്കെ നമുക്ക് പ്രോസ്പെക്ടസ് വന്നു കഴിയുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. കാരണം വിദ്യാർത്ഥികൾ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളത് തന്നെയാണല്ലോ. കാരണം സെക്ഷൻ ബി ഇനി എടുത്ത് കളഞ്ഞാൽ പോലും അല്ലെങ്കിൽ ഇനി ഉണ്ടെങ്കിൽ പോലും അത് അവരുടെ റാങ്കിങ്ങിനെ ഒന്നും ബാധിക്കുന്നില്ല. അത് കൊണ്ടുവന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടായി എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. പിന്നെ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഒരു ഈസിനെസ് അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അത് നിലനിർത്തുമെന്ന് തോന്നുന്നുമില്ല. സെക്ഷൻ ബി എടുത്ത് കളയാൻ തന്നെയാണ് സാധ്യത. നമ്മളുടെ വിശ്വാസം അനുസരിച്ചാണെങ്കിൽ 180 ചോദ്യങ്ങളും 180 മിനിറ്റും 2020 മുമ്പുള്ള കാലഘട്ടം വരെ നീറ്റ് നടക്കാനാണ് സാധ്യത. അത് പ്രതീക്ഷിച്ചാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പരീക്ഷാ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സമയത്തിനെ കുറിച്ചുള്ള കാര്യം, ഷിഫ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഫെബ്രുവരി ആദ്യത്തെ ദിവസം ഇതിന് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിക്കുകയും നീറ്റ് 2025 പ്രോസ്പെക്ടസ് ഇനി പബ്ലിഷ് ചെയ്യണം. ആ പ്രോസ്പെക്ടസിലൂടെ മാത്രമേ നമുക്ക് ധാരാളം കാര്യങ്ങൾ, ഇപ്പം ഒരേപോലെ മാർക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ റാങ്കിങ് ഉണ്ടാക്കണം, അങ്ങനെ ധാരാളം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പ്രോസ്പെക്ടസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. സാർ, അതുപോലെ തന്നെ സാർ ഇപ്പോൾ പറഞ്ഞു ഒരേ മാർക്കുകൾ വരുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അതെ, കഴിഞ്ഞ തവണ ഇപ്പോൾ നമ്മൾ കണ്ടു 720 17 പേർക്കുണ്ടായിരുന്നു. അപ്പോൾ ഓൾ ഇന്ത്യ തലത്തിൽ ഇപ്പോൾ ആ ഒരു 720 കുട്ടികളെയൊക്കെ തന്നെ റാങ്ക് ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇപ്പോഴും ക്ലിയർ ആയിട്ടൊരു ഇമേജ് ലഭിച്ചിട്ടില്ലാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് ആദ്യം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിന്നീട് ആപ്ലിക്കേഷൻ നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് 2023 അത് തന്നെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്നുള്ള ഒരു കോമൺ നോട്ടീസ് പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ സാർ 2025 എത്തുകയാണ്, നീറ്റ് 2025. അപ്പോൾ കുട്ടികൾ ഇപ്പോൾ നമുക്കൊക്കെ മികച്ച ഒരുപാട് വിദ്യാർത്ഥികളുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ഒരു റാങ്കിങ്ങിൽ വരിക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു റാങ്കിങ്ങിലൊക്കെ എത്തുന്നതിന് വേണ്ടി രജിസ്ട്രേഷനൊക്കെ എത്രമാത്രം പ്രാധാന്യമുണ്ട്, അതൊക്കെ ഒന്ന് വ്യക്തമാക്കാം. ഇപ്പം ഇതിൻ്റെ ടൈ മാർക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ഒരേ മാർക്കുകൾ വന്നാൽ എങ്ങനെയാണ് റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിലാണ് ഈ ടൈ ബ്രേക്കിംഗ് വരുന്നത്. അപ്പം 2022 കാലഘട്ടം വരെ എല്ലാം ഒരേപോലെ ആണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു നോക്കുന്നത്. ഏറ്റവും പ്രായം കൂടിയ ആൾക്ക് നല്ല റാങ്ക് എന്നുള്ളതാണ് തീരുമാനിച്ചിരുന്നത്. അത് ആൾക്കാർക്ക് വ്യക്തമാകാൻ വേണ്ടിയിട്ട് 5 പേർക്ക് 720 കിട്ടുകയാണെങ്കിൽ, ഫുൾ മാർക്ക് കിട്ടുകയാണെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു നോക്കിയിരുന്നത്. എന്നാൽ 2023 മുതൽ ആപ്ലിക്കേഷൻ നമ്പറാണ് നോക്കുന്നത്. അതായത് ഏറ്റവും ആദ്യം അപ്ലൈ ചെയ്തവർക്കാണ് നല്ല റാങ്ക് കിട്ടുന്നത്. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ വർഷം 720 ഒത്തിരി പേർക്കുള്ളത് കൊണ്ട് 17 പേർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടി. എന്നാൽ ക്വസ്റ്റ്യൻ ക്യാൻസലിന് മുമ്പ് നീറ്റ് 2024 ആദ്യം റാങ്ക് വന്നപ്പോഴത്തേക്കും 47 ഫസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നീട് 62 ഫസ്റ്റിലോട്ട് മാറുന്ന കാര്യം നമ്മൾ കണ്ടു. അവിടെയൊക്കെ എയിംസ് ഡൽഹിയിൽ തന്നെ അഡ്മിഷൻ കിട്ടിയത് ആപ്ലിക്കേഷൻ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ പേർക്ക് കിട്ടാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അത് കഴിഞ്ഞിട്ട് അത് എടുത്തു കളഞ്ഞ് 17 ഫസ്റ്റ് റാങ്ക് വന്നപ്പോഴത്തേക്കും ആ റാങ്കിങ് മാറി. അപ്പം നമുക്ക് ടൈ ബ്രേക്ക് വരികയാണെങ്കിൽ, അതായത് ഒരേ മാർക്ക് വരികയാണെങ്കിൽ ആദ്യം നോക്കുന്നത് ടോട്ടൽ മാർക്ക്, പിന്നെ ബയോളജിയുടെ മാർക്ക്, പിന്നെ കെമിസ്ട്രിയുടെ മാർക്ക്, പിന്നെ ഫിസിക്സിൻ്റെ മാർക്ക്, പിന്നെ ഓരോന്നിൻ്റെ നെഗറ്റീവ് മാർക്ക്, പിന്നെ കോമൺ നെഗറ്റീവ് മാർക്ക്. ഇതിലൊന്നും കൂടുതൽ പേര് ഒരുപോലെ നിൽക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പറാണ് നോക്കുന്നത്. അതായത് 720 720 ഒന്നിൽ കൂടുതൽ പേർക്ക് കിട്ടുകയാണെങ്കിൽ ആദ്യം അപ്ലൈ ചെയ്തത് ആരാണെന്നുള്ളതാണ് നോക്കുന്നത്. ആപ്ലിക്കേഷൻ നമ്പർ ഏറ്റവും ആദ്യം ഉള്ളവർക്കാണ് 1ാം റാങ്ക് ലഭിക്കുക. സാർ, ഇപ്പോൾ തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന കുട്ടികൾക്കും വിദ്യാർത്ഥികളും അല്ലെങ്കിൽ മാതാപിതാക്കളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ രജിസ്ട്രേഷൻ സമയത്ത് ആദ്യം അപ്ലൈ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓൾ ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയിൽ മുഴുവനായിട്ട് അങ്ങനെ ഒരു അപ്ലിക്കേഷൻ സിസ്റ്റത്തിലേക്ക് വരികയും ഒരു തിരക്കൊക്കെ അനുഭവപ്പെടില്ല. ഇല്ല, അത് ഈ 720 ഏറ്റവും ടോപ്പ് വരുന്ന അവർക്ക് മാത്രമേ ഈ ആപ്ലിക്കേഷൻ നമ്പറിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ പറഞ്ഞല്ലോ 4 5 ക്രൈറ്റീരിയകൾ കഴിഞ്ഞിട്ടുള്ളത് മാത്രമേ ഉള്ളൂ ആപ്ലിക്കേഷൻ നമ്പർ. അപ്പം ബാക്കി 716 ആണെങ്കിലും 715 ആണെങ്കിലും 650 ആണെങ്കിലും 600 ആണെങ്കിലും പിന്നെ ഒരേ മാർക്ക് വരുന്നൊരു പ്രസക്തി ഇല്ല. അവിടെ ബയോളജിയുടെ മാർക്കും ഫിസിക്സിൻ്റെ മാർക്കും കെമിസ്ട്രിയുടെ മാർക്കും ഓരോന്നിൻ്റെ നെഗറ്റീവും ടോട്ടൽ നെഗറ്റീവും ഒക്കെ നോക്കിയിട്ടേ ആപ്ലിക്കേഷൻ നമ്പർ നോക്കുകയുള്ളൂ. അപ്പോൾ അവിടെ എല്ലാവരും തന്നെ ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നവർ 720 കിട്ടുമെന്ന് വിചാരിക്കുന്നവർ ആദ്യം രജിസ്റ്റർ ചെയ്യണം. ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ 2-3 സ്റ്റെപ്പുകളാണ്. അതിൽ ആപ്ലിക്കേഷൻ നമ്പർ എപ്പോഴാണ് ഉണ്ടാവുക?
ആദ്യത്തെ രജിസ്ട്രേഷൻ സമയത്ത്. ഓക്കെ. അപ്പം ആദ്യത്തെ രജിസ്ട്രേഷന് വേണ്ട ആ രജിസ്റ്റർ ചെയ്ത് ആപ്ലിക്കേഷൻ നമ്പർ ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ളവർ ആദ്യം ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. അങ്ങനെ ഒരു ഇത് വരികയാണെങ്കിൽ എന്ന് മാത്രം. സാർ, അതുപോലെ ഈ രജിസ്ട്രേഷൻ എന്തൊക്കെ സ്റ്റെപ്പുകളാണുള്ളത്? അത് ബുദ്ധിമുട്ടേറിയതാണോ? എങ്ങനെയാണ്? അല്ല, ഈ പല സ്റ്റെപ്പുകൾക്കകത്ത് ഒരു 5ഓളം സ്റ്റെപ്പുകൾ നമുക്ക് പറയാം നീറ്റ് 2025 ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നതിൽ. അതിൽ ആദ്യത്തേതാണ് ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഒരു കുട്ടിക്ക് ഒരു യൂണിക് ID ഉണ്ടായിരിക്കണം, ഒരു നമ്പർ ഉണ്ടായിരിക്കണം. ഒന്നുകിൽ ആധാർ, അല്ലെങ്കിൽ ആപാർ, അല്ലെ ഡിജി ലോക്കർ, അല്ലെങ്കിൽ പാസ്പോർട്ട് നമ്പർ, അല്ലെ പാൻ കാർഡ് നമ്പർ. ഇത് എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ആപ്ലിക്കേഷൻ്റെ ലിങ്കിലോട്ട് കയറാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആധാറാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഏത് മൊബൈലുമായിട്ട് ലിങ്ക് ആണോ ആ മൊബൈലിലോട്ട് ഒരു OTP വരും. അത് എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷനിലോട്ട് കടക്കാൻ പറ്റുകയുള്ളൂ. ബാക്കിയുള്ളതാണ് കൊടുക്കുന്നതെങ്കിൽ ആധാറോ ഡിജി ലോക്കറോ പാസ്പോർട്ടോ പാൻ കാർഡോ ആണ് എടുക്കുന്നത്, OTP ഒന്നും വരികയില്ല, നേരെ ആപ്ലിക്കേഷൻ പേജിലോട്ട് കയറും. അപ്പം ആധാർ വെച്ചാണ് കൊടുക്കുന്നതെങ്കിൽ ആ കാൻഡിഡേറ്റിൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഉണ്ട്. തെറ്റൊന്നും പറ്റാതെ നമുക്ക് മുമ്പോട്ട് ചെയ്യാം. ബാക്കിയുള്ളതാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ തന്നെ പേരൊക്കെ എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ആദ്യത്തെ രജിസ്ട്രേഷന് കുറച്ച് ഡേറ്റ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ യൂണിക് ID ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെല്ലുമ്പോഴത്തേക്കും കാൻഡിഡേറ്റിൻ്റെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി, ഇന്ത്യൻ, NRI, അതുപോലെ തന്നെ ഫോറിൻ പാസ്പോർട്ട്, OC കാർഡ് ഹോൾഡർ, ഇതിലേതാണെന്നുള്ളത് കൊടുക്കണം. കാറ്റഗറി എന്താണെന്നുള്ളത് കൊടുക്കണം. അൺറിസർവ്ഡ്, യാതൊരു റിസർവേഷനും ഇല്ലാത്തവർ, OBC, EWS, SC ST എന്ന് കൊടുക്കണം. പിന്നെ പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും കൊടുക്കണം. ഒരു ഫോൺ നമ്പറും ഒരു ഇമെയിൽ IDയും കൊടുക്കണം. പാസ്വേഡ് കൊടുക്കണം. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് രജിസ്ട്രേഷനായി, ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ആയി. അപ്പോൾ ഈ പറയുന്ന മാർക്ക് ടൈ എങ്ങാനും വന്നാൽ ആപ്ലിക്കേഷൻ നമ്പർ കിട്ടുകയും ചെയ്യും. അതൊരു ചെറിയ പ്രോസസ്സാണ്. അതൊക്കെ നമുക്ക് ഇപ്പോഴേ തന്നെ വേണേൽ തയ്യാറാക്കി വെക്കാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഉള്ളൂ. ഇപ്പം എന്താണ് അഡ്രസ്സിൻ്റെ സാധ്യത, എവിടെയാണ് പരീക്ഷ എഴുതേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെക്കാമല്ലോ. അതിനനുസരിച്ച് വേണം അഡ്രസ്സ് കൊടുക്കാനായിട്ട്. അങ്ങനെ പ്രിലിമിനറി രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. ബാക്കിയുള്ള സ്റ്റെപ്പ് പിന്നെ എപ്പോഴെങ്കിലും ചെയ്താൽ മതിയല്ലോ. സർ, ഇപ്പോൾ ഫോൺ നമ്പറും ഇമെയിൽ IDയും വേണമെന്നുള്ളത് ആവശ്യകതയാണെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അത് നമ്മുടെ കാൻഡിഡേറ്റ്സിൻ്റെ തന്നെ, ഈ ആസ്പിരൻറ്റിൻ്റെ തന്നെ വേണമെന്നുള്ളതുണ്ടോ? നമുക്ക് ഈ ആദ്യത്തെ രജിസ്ട്രേഷൻ കൊടുക്കുന്ന ഫോൺ നമ്പറും ഇമെയിൽ ID ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് നമുക്ക് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട്, പേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്, അതിനുശേഷം എക്സാം അഡ്മിറ്റ് കാർഡുമായിട്ട് എടുക്കുന്നത്, ഓപ്ഷൻ കൊടുക്കുന്നത്, അഡ്മിഷൻ എടുക്കുന്നത് എല്ലാം ഈ ഫോണിലോട്ടും ഈ ഇമെയിലിലോട്ടും OTP വരും. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത്, ഓപ്ഷൻ കൊടുക്കുമ്പോൾ ലോക്ക് ചെയ്യുമ്പം ഓപ്ഷൻ പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോഴൊക്കെ OTP വരും. അതെല്ലാം ഈ ആദ്യം കൊടുക്കുന്ന ഈ രജിസ്ട്രേഷൻ കൊടുക്കുന്ന ഫോണിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആദ്യത്തെ രജിസ്ട്രേഷൻ സമയത്ത് കൊടുക്കുന്ന ഫോൺ നമ്പറും ഇമെയിൽ ID. അത് കാൻഡിഡേറ്റ് ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല, ലൈവ് ആയിരിക്കണം എന്ന് മാത്രം. ഒന്നെങ്കിൽ അച്ഛൻ, അല്ലെ അമ്മ, അല്ലെങ്കിൽ കാൻഡിഡേറ്റ്, അല്ലെ അവരുടെ സഹോദരങ്ങൾ. ഏറ്റവും ഉപയോഗിക്കാവുന്ന തരത്തിൽ, ഇപ്പം വിദേശത്തുള്ള ഒരാളായിരിക്കാം, അപ്പോൾ അദ്ദേഹം അവിടെയാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റണം. വിദേശത്തേക്ക് OTP പോകും. അല്ലെങ്കിൽ ഇമെയിൽ ആണെന്നുണ്ടെങ്കിൽ ഇമെയിൽ ഉപയോഗിക്കാവുന്ന, ഓപ്പൺ ചെയ്യാവുന്ന ആയിരിക്കണം. അത് ഓപ്പൺ ചെയ്തൊക്കെ നോക്കണം ഓപ്പൺ ആവുന്നുണ്ടോ എന്ന്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ടത്. അത് നമ്മുടെ അഡ്മിഷൻ സമയം അടുത്ത ഡിസംബർ വരെ, ഈ 2025 ഡിസംബർ വരെ അത് നമ്മുടെ കയ്യിലുള്ളതായിരിക്കണം. ആദ്യം കൊടുക്കുന്നതിനാണ് ഏറ്റവും പ്രാധാന്യം. മൊത്തത്തിലൊരു കാൻഡിഡേറ്റിന് 2 ഫോൺ നമ്പറും 2 ഇമെയിൽ IDയും വേണം. അതിലാദ്യം രജിസ്ട്രേഷൻ കൊടുക്കുന്ന ഫോൺ നമ്പറും ഇമെയിൽ IDയും ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കാൻഡിഡേറ്റിൻ്റെ വേണം, ആധാറുമായിട്ട് ലിങ്ക് ഉള്ളത് വേണം, അങ്ങനെയൊന്നുമില്ല. ഏത് വേണമെങ്കിലും ആകാം, പക്ഷേ അത് പ്രധാനപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കുക എന്ന് മാത്രം. സാർ, ഇപ്പോൾ കാറ്റഗറിയൊക്കെ സംബന്ധിച്ചിട്ട് നമ്മൾ നൽകേണ്ട വിവരങ്ങളുടെ കാര്യങ്ങൾ സാറ് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സമയത്ത് സർട്ടിഫിക്കറ്റുകളും നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ടോ? കാറ്റഗറി എന്ന് പറയുന്നിടത്ത് അൺറിസർവ്ഡ്, OBC, EWS, SC ST ഇത്ര എണ്ണാണ് കിടക്കുന്നത്. അതിനകത്ത് നമുക്ക് OBC ആണോ ഇല്ലയോ എന്നൊരു സംശയമുള്ള ഒരാൾ തഹസീൽദാരിൽ നിന്നുള്ള നോൺ ക്രിമിനൽ നമുക്ക് വേണ്ടത്. അപ്പോൾ തഹസീൽദാരിൽ നിന്ന് സെൻട്രൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ജാതിയിൽ ഉൾപ്പെട്ടതായിരിക്കണം. ഓരോരോ സ്റ്റേറ്റിലുള്ളതായിരിക്കരുത്. സെൻട്രൽ ലിസ്റ്റിലുള്ള ജാതിയിൽപ്പെട്ടതാണോ, തഹസീൽദാർ നോൺ ക്രിമിനൽ തരുന്ന ആളാണോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ സംശയമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസറിനോ അക്ഷയ കേന്ദ്രത്തിൽ നിന്നോ അല്ലെ തഹസീൽദാരിൽ നിന്ന് ഇത് ചോദിച്ച് മനസ്സിലാക്കുക, എനിക്ക് കാറ്റഗറി ഏതാണ് വെക്കേണ്ടതെന്നുള്ളത്. ഈഴവയാകാം, വിശ്വകർമ്മയാകാം, മുസ്ലിം ആയിരിക്കാം, ബാക്ക്വേർഡ് ഹിന്ദു ആയിരിക്കാം, ലാറ്റിൻ കാത്തലിക്സ് ആയിരിക്കാം, അങ്ങനെ ഏതും ആവാം. അപ്പോൾ അതിൽ നോൺ ക്രിമിനൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് OBC എന്ന് കൊടുക്കുന്നതിലെ അർത്ഥം. അപ്പോൾ ഈഴവയാണെന്ന് വിചാരിച്ച് നോൺ ക്രിമിനൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അൺറിസർവ്ഡ് എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് സംശയമുള്ളവർ
അത് ചോദിച്ച് മനസ്സിലാക്കുകയോ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടൊന്ന് ചെയ്യാവുള്ളൂ. പക്ഷേ അപ്ലൈ ചെയ്യുന്നതിന് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അതിന് സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കുകയോ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയോ ഒന്നും വേണ്ട. നീറ്റിന് അപ്ലൈ ചെയ്യുമ്പം കാറ്റഗറി പറഞ്ഞാൽ മാത്രം മതി. അൺറിസർവ്ഡ്, യാതൊരുവിധ റിസർവേഷനും ഇല്ല. അതുപോലെ തന്നെ OBC വിഭാഗത്തിൽപ്പെട്ടതായിരുന്നു, പക്ഷേ നോൺ ക്രിമിനൽ കിട്ടുകയില്ല. അവരും അൺറിസർവ്ഡ് എന്നാണ് കൊടുക്കേണ്ടത്. അതല്ലാതെ നോൺ ക്രിമിനൽ കിട്ടുന്നവർ OBC എന്ന് വെക്കണം. EW സർട്ടിഫിക്കറ്റ് തഹസീൽദാരിൽ നിന്ന് കിട്ടുന്നവർ EWS എന്ന് വെക്കണം. തഹസീൽദാരിൽ നിന്ന് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നവർ SC/ST എന്ന് വെക്കണം. സാർ, ഇപ്പോൾ കാറ്റഗറി ഒരിക്കൽ വെച്ചിട്ട് പിന്നീട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ നമുക്ക് മാറ്റാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഇപ്പോൾ കാറ്റഗറി വെച്ചില്ല പിന്നീട് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുമോ? അത് നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ഇപ്പം നമ്മൾ റിസർവേഷൻ കിട്ടുമെന്ന് അറിയില്ല, അതുകൊണ്ട് നമ്മൾ OBC ആയിരുന്നു, പക്ഷേ ജനറലെന്ന് ഇപ്പോൾ വെച്ചു. പിന്നീട് ഒരു തരത്തിലും നമുക്ക് OBCയിലോട്ട് മാറ്റാനാവില്ല. നമ്മൾ ആപ്ലിക്കേഷനിൽ ജനറലെന്ന് വെച്ചിട്ട് പിന്നീട് ഒരു സാഹചര്യത്തിലും അത് OBC എന്ന് കൊടുക്കാനോ EWS എന്ന് കൊടുക്കാനോ SC/ST എന്ന് കൊടുക്കാനോ വരില്ല. നേരെ മറിച്ച് നമ്മൾ OBC ആണെന്നിരിക്കട്ടെ, നമ്മൾ അറിയാൻ പറ്റിയില്ല, നമ്മൾ OBC എന്ന് തന്നെ വെച്ചു, അല്ലെ EWS എന്ന് വെച്ചുപോയി, അല്ലെ SC/ST എന്ന് വെച്ചുപോയി. നമ്മൾ അലോട്ട്മെൻറ്റ് സമയത്ത് നമുക്കത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് കാറ്റഗറി വേണേൽ ജനറലിലോട്ട് മാറ്റാം. OBCയോ EWSയോ SC/ST വെച്ചിട്ട് അലോട്ട്മെൻറ്റ് സമയത്ത് ജനറലിലോട്ട് മാറ്റാം. പക്ഷേ ജനറലെന്ന് വെച്ചിട്ട് ഒരു കാരണവശാലും ഈ കാറ്റഗറിയിലോട്ട് മാറ്റാൻ അനുവദിക്കുന്നതല്ല. സാർ, അതുപോലെ ഈ നാഷണാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് സാർ പറയുന്നുണ്ട്. അപ്പോൾ വിദേശത്ത് ആണെങ്കിൽ നമുക്ക് ഈ ഒരു നാഷണാലിറ്റിയിൽ എങ്ങനെ കൊടുക്കാൻ സാധിക്കും? ധാരാളം ഈ വിദേശത്തുള്ള എല്ലാവരുടെയും തന്നെ ഒരു സംശയമാണ് സാർ ഇപ്പോൾ ചോദിച്ചത്. അതായത് വർഷങ്ങളായിട്ട് അച്ഛനും അമ്മയും വിദേശത്താണ്, കുട്ടി ജനിച്ചതും പഠിച്ചതും എല്ലാം വിദേശത്താണ്. അങ്ങനെയുള്ള ഒരാൾ എന്താണ് നാഷണാലിറ്റിയിൽ അവിടെ കൊടുക്കേണ്ടത്? ഇന്ത്യൻ എന്നാണ് കൊടുക്കേണ്ടത്. അപ്പം OC കാർഡ് ഹോൾഡർ ആണെങ്കിൽ OC എന്ന് കൊടുക്കാം. 2021 മുമ്പ് OC എടുത്തവരാണെങ്കിൽ അവർക്ക് എല്ലാ റിസർവേഷനും കിട്ടും, യാതൊന്നും പേടിക്കേണ്ടതിട്ടില്ല. NRI ആരാണ് കൊടുക്കേണ്ടത്? നമുക്ക് പരീക്ഷയെല്ലാം കഴിഞ്ഞിട്ട് അലോട്ട്മെൻറ്റ് സമയത്ത് NRI സീറ്റ് ആഗ്രഹിക്കുന്നവരാണ് NRI എന്ന് കൊടുക്കേണ്ടത്. അവർ മാത്രം കൊടുത്താൽ മതി. അതിൽ എവിടുത്തെ NRI സീറ്റാ? ഡീംഡ് മെഡിക്കൽ കോളേജിലെ NRI ആഗ്രഹിക്കുന്നവർ മാത്രം NRI എന്ന് കൊടുത്താൽ മതി. അതല്ലാതെ വിദേശത്തുള്ള എല്ലാവരും ഇന്ത്യൻ എന്ന് തന്നെ കൊടുത്താൽ മതി. അവർക്ക് നാഷണാലിറ്റി മാറ്റേണ്ടതില്ല. പിന്നെ ഫോറിൻ നാഷണൽസ് ഉണ്ട്. അതായത് ഇപ്പം UK-ലും US-ലും ഓസ്ട്രേലിയയിലൊക്കെ പോയിട്ട് സിറ്റിസൺഷിപ്പ് തന്നെ മാറിയവരുണ്ട്. OC കാർഡ് ഹോൾഡറും അല്ല, ഫോറിൻ നാഷണൽ തന്നെ ആണെങ്കിൽ ഫോറിൻ നാഷണൽ കൊടുക്കാം. പക്ഷേ അപ്പോൾ അവർക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ് മാത്രമേ ലഭ്യമാവുകയുള്ളൂ. OC കാർഡ് ഹോൾഡർ ആണെങ്കിൽ OC എന്ന് കൊടുക്കുക. 2021 ഫെബ്രുവരി 11 മുമ്പ് OC ആയിട്ടാണ് എടുത്തതെങ്കിൽ അവർ ജനറലായിട്ട് ഇന്ത്യനായിട്ട് തന്നെ അവർ പരിഗണിക്കും. എല്ലാ സീറ്റുകളും ലഭ്യമാവുകയും ചെയ്യും. സാർ, ഈ ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ കാൻഡിഡേറ്റിൻ്റെ പേര്, പേരൻസിൻ്റെ പേരൊക്കെ നമ്മൾ എങ്ങനെ കൊടുക്കണം? ഈ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ആധാറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കാൻഡിഡേറ്റിൻ്റെ പേര് ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്തോട്ട് വരും. അതിപ്പം ആധാറിൽ കിടക്കുന്നത് അപ്പ് ആൻഡ് ലോവർ ആണ്, അപ്പുറത്ത് കിടക്കുന്നത് ഫുൾ ക്യാപിറ്റലാണ്, അല്ലെ ഇൻഷ്യൽ ആദ്യമാണ്, ഇൻഷ്യൽ അവസാനമാണ്, അതിനൊന്നും യാതൊരു പ്രസക്തിയില്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകാതിരുന്നാൽ മാത്രം മതിയാവും. അതല്ലാത്ത എല്ലാവരും കാൻഡിഡേറ്റിൻ്റെ പേര് കൊടുക്കേണ്ടത് ആസ് പെർ ക്ലാസ് 10 സർട്ടിഫിക്കറ്റ്. 10ാം ക്ലാസ്സിൽ എങ്ങനെയാണോ പേര് കിടക്കുന്നത് അതുപോലെയാണ് കാൻഡിഡേറ്റിൻ്റെ പേര് എൻ്റർ ചെയ്യേണ്ടത്. അച്ഛൻ്റെ പേര് എൻ്റർ ചെയ്യേണ്ടത്, അമ്മയുടെ പേര് എൻ്റർ ചെയ്യേണ്ടത്, കാൻഡിഡേറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ പലരും ചോദിക്കും, അച്ഛൻ്റെ സർട്ടിഫിക്കറ്റുകളിൽ, അമ്മയുടെ സർട്ടിഫിക്കറ്റുകളിൽ, അച്ഛൻ്റെ ആധാറിൽ, അമ്മയുടെ ആധാറിലൊക്കെ പേര് വ്യത്യാസമുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല. ക്ലാസ് 10 കുട്ടിയുടെ ക്ലാസ് 10 എന്താണോ അച്ഛൻ്റെ അമ്മയുടെ സ്പെല്ലിങ് കിടക്കുന്നത് അത് അതേപടി നമ്മളിപ്പോൾ എൻ്റർ ചെയ്യുക. ബാക്കിയൊക്കെ നമുക്ക് അഡ്മിഷൻ സമയത്ത് എന്തെങ്കിലും മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരുത്താനായിട്ട് അവസരം ഉണ്ടാകും. ഇതിപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പം നമ്മൾ കാൻഡിഡേറ്റിൻ്റെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, കുട്ടിയുടെ ക്ലാസ് 10 എൻ്റർ ചെയ്യുക എന്നുള്ളത് മാത്രം ഇപ്പം ഓർത്താൽ മതിയാകും. സാർ, അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷാ സെൻറ്ററുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്ന്, നമ്മൾ എവിടെ നിന്നാണ് പരീക്ഷ എഴുതേണ്ടത്. ഇപ്പം ബിർലൻഡിൽ നിൽക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം ബിർലൻഡിൽ നിന്ന് തന്നെ പോകണം. ഇപ്പോൾ നമ്മൾ പല ക്യാമ്പസുകളിൽ നിൽക്കുന്ന കുട്ടികളാണ്, അതിൻ്റെ അടുത്ത് ആ ജില്ല തന്നെ വെക്കണോ? അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ജില്ല മാത്രമേ വെക്കാൻ സാധിക്കുകയുള്ളൂ. ആ ജില്ല വെക്കണോ? അതോ നമ്മുടെ ഹോം സ്റ്റേറ്റ്, നമ്മുടെ വീട്ടിൽ തന്നെ പോയിട്ട് വീട്ടിലുള്ള ജില്ലയിൽ എഴുതണോ? ഇനി വിദേശത്താണെന്നുണ്ടെങ്കിൽ വിദേശത്ത് എഴുതണോ? നാട്ടിലോട്ട് വരണോ? പല ക്വസ്റ്റ്യൻ പേപ്പറുകളായിരിക്കുമോ എന്നൊക്കെ ഉള്ള സംശയങ്ങളുണ്ട്. ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് വരിക, അല്ലെങ്കിൽ വിദേശത്ത് എഴുതുക ഒന്നും ചെയ്യേണ്ടതില്ല. നീറ്റ് 2025 ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു സംശയത്തിന് ഇത് വേണ്ട. പിന്നെ
നമ്മുടെ നാട്ടിൽ എഴുതണോ അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ അടുത്ത് നിന്ന് പരീക്ഷ എഴുതണോ അതോ പഠിക്കുന്ന സ്ഥലത്ത് തന്നെ ഇപ്പോൾ പുള്ളിൻ്റെ അടുത്ത് തന്നെ എക്സാം എഴുതണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നത് എപ്പോഴും അച്ഛനമ്മമാരുടെ അടുത്തുനിന്ന് പോയി എഴുതണം എന്നാണ്. അപ്പോൾ അവർ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന്, വിദേശത്തല്ല, വിദേശത്തേക്ക് അതിനായിട്ട് ഇനി പോകേണ്ട ആവശ്യമില്ല. അച്ഛനമ്മമാർ കേരളത്തിൽ എവിടെയാണോ ഉള്ളത് അവരുടെ അടുത്തോട്ട് ഒരു അവസാന സമയം മെയ് 4-ാം തീയതിയാണ് എക്സാം എങ്കിൽ ഒരു ഏപ്രിൽ 25-ാം തീയതിക്ക് ശേഷം തിരിച്ച് അച്ഛനമ്മമാരുടെ അടുത്തോട്ട് പോവുകയും അവസാനത്തെ ഒരു 4-5 ദിവസം അവരുടെ അടുത്ത് നിന്ന് നമ്മളുടെ ചിട്ടവട്ടങ്ങളും നമ്മുടെ ആചാരക്രമങ്ങളൊക്കെ അനുസരിച്ച് അവിടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്കിതിനൊക്കെ ഒരു ഈശ്വരാധീനവും കൂടെ വേണ്ട എല്ലാം. അപ്പോൾ അതിനൊക്കെ ആയിട്ട് അവരുടെ അടുത്തുനിന്ന് പോയി ഹോം ടൗണിൽ തന്നെ പരീക്ഷ എഴുതുന്നതാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ചിലർക്ക് അതിനുള്ള സാഹചര്യം ഇല്ലായിരിക്കുക, കാരണം വീട്ടിലിപ്പോൾ കൊച്ചു കുട്ടികളുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ അങ്ങനെ പഠിക്കാനുള്ള ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ ഒരു ഇതില്ല, അല്ലെങ്കിൽ ഓവർ ടെൻഷനൊക്കെ ആണെങ്കിൽ ഇവിടെ തന്നെ പരീക്ഷ എഴുതാം, നമ്മുടെ അതായത് ഹോം ടൗൺ തന്നെ വെക്കാം. അങ്ങനെയാണല്ലോ കോട്ടയം ജില്ല ഇന്ത്യയിൽ ഏറ്റവും അധികം വിജയശതമാനമുള്ള ജില്ലയായി മാറിയത്. കഴിഞ്ഞ തവണ 1000 റാങ്കിനകത്ത് ഏറ്റവും അധികം കുട്ടികളുണ്ടായിരുന്നത് കോട്ടയം ജില്ലയിലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പഠിച്ച കുട്ടികളെല്ലാം തന്നെ ഇവിടെ നിന്ന് കോട്ടയത്താണ് പരീക്ഷ എഴുതിയത്. അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. അപ്പം അതിലും യാതൊരു കുഴപ്പവുമില്ല. അതൊക്കെ കൺസേൺസ്. അപ്പോൾ എന്താണ് എക്സാം സെൻറ്ററിൻ്റെ പ്രാധാന്യം? നമ്മൾ ഏത് സംസ്ഥാനത്താണോ പരീക്ഷ എഴുതുന്നത് അതിൻ്റെ അഡ്രസ്സ് വെക്കാൻ മറക്കരുതെന്ന് മാത്രം ഓർത്താൽ മതിയാവും. ഏറ്റവും ആദ്യം ഏറ്റവും ആധികാരികമായി അതാണ് ഈ ഒരു ശിവൻ സാറിനൊപ്പം എന്നൊരു പ്രോഗ്രാമിലൂടെ ഞങ്ങൾ പ്രേക്ഷകരുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ഒരു കാര്യം കൂടി എടുത്തു പറയാം. കഴിഞ്ഞ വാരം ശിവൻ സാറ് പറഞ്ഞിരുന്നു നമ്മുടെ ഈ ഒരു എക്സാമിന് ഏത് മോഡിലായിരിക്കും എന്നതിനെ കുറിച്ചുള്ളൊരു ക്ലാരിഫിക്കേഷൻ ഈ ആഴ്ച ഉണ്ടാവും. അത് പറഞ്ഞു തീർന്നൊരു 3 ദിവസം ആയപ്പോഴേക്കും സാറ് പറഞ്ഞതുപോലെ തന്നെ ഓഫ്ലൈൻ മോഡിലേക്കായി ആ ഒരു ടെൻഷൻ വിദ്യാർത്ഥികളിലേക്ക്. അതൊരു ഗ്രൂപ്പാണ് ഇതിന് പിന്നിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മളന്ന് മറ്റൊരു വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് എക്സാം മോഡിനെ കുറിച്ചൊക്കെ ഉള്ളത് അവർ നമ്മളെ അറിയിച്ചതും നമുക്കത് എത്രയും പെട്ടെന്ന് അറിയാം. അപ്പോൾ ഒരു മൊത്തം ഒരു ഗ്രൂപ്പാണ് ബ്രില്യൻറ്റിൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2024 നോക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും അധികം മലയാളി വിദ്യാർത്ഥികളെ ഓരോ കോളേജുകളിലും എത്തിക്കാനായിട്ട് സാധിച്ചു. അതിൽ ബ്രില്യൻറ്റുകാരെ മാത്രമൊന്നുമല്ല, ഇപ്പം നമ്മൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയപ്പം അവിടെ നമ്മുടെ പഠിച്ച കുട്ടികൾ കാണാനാണ് നമ്മൾ പോയത്. അതാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ ബാക്കിയുള്ള എല്ലാ സ്ഥാപനത്തിലുള്ള കുട്ടികൾ നമ്മളെ അറിയാം, അവരും. അപ്പം മലയാളികൾക്ക് മൊത്തമായിട്ടാണ് തീർച്ചയായിട്ടും നമ്മൾ കാര്യങ്ങളെല്ലാം പറയുന്നത്. അതുകൊണ്ട് ഇത് സാർ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയുള്ള അപ്ഡേഷൻസ് എല്ലാവരിലോട്ടും എത്തുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് കേരളമെമ്പാടുമുള്ള പ്രേക്ഷകർ ഞങ്ങളുടെ ഈ പ്രോഗ്രാമുകളെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്കേറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഒപ്പം ഞങ്ങൾ ചെയ്യേണ്ട ദൗത്യം എന്താണ്? നിങ്ങൾക്ക് വേണ്ട കൃത്യമായ വിവരങ്ങൾ, മറ്റ് ഭയപ്പെടുത്താതെ ഏറ്റവും കൃത്യമായ വിവരങ്ങൾ വളരെ ലളിതമായി നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും നീറ്റുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ കാര്യങ്ങൾ വരാനിരിക്കെ ശിവൻ സാർ ഒരുപാട് ലൈവുമായിട്ട് നിങ്ങളോടൊപ്പം ചേരുന്നതാണ്. ഒപ്പം ശിവൻ സാറിനൊപ്പമുള്ള ഈ ഒരു പ്രോഗ്രാമും ഒക്കെ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള എല്ലാ പ്രോഗ്രാമുകളും നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യല്. ഇനി അങ്ങോട്ടുള്ള ഓരോ നിമിഷങ്ങളും നിർണായകമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം എല്ലാ അർത്ഥത്തിലും ഞങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ലോകമെമ്പാടും ഇരുന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.